ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ 9 ദിവസത്തെ കരുണയുടെ നൊവേന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് ഒരു ആമുഖ വീഡിയോ മാത്രമാണ്. ഈശോയുടെ കരുണയുടെ നൊവേന എങ്ങനെ ചൊല്ലണമെന്ന് നാം ഇന്ന് പഠിക്കുകയാണ്. ദുഃഖ വെള്ളിയാഴ്ച ആരംഭിച്ച് പുതുഞായറാഴ്ച വരെ 9 ദിവസം നൊവേന ചൊല്ലി, ലുത്തീനിയ ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ഫൗസ്റ്റീനായ്ക്ക് ഈശോ നൽകിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നാം ഈ പ്രാർത്ഥന അനുഷ്ഠിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിക്കുറിപ്പാണിത്. ഈ ഡയറിക്കുറിപ്പിലെ 476 ഖണ്ഡിക നമുക്ക് വായിച്ചു കേൾക്കാം. പിറ്റേ ദിവസം രാവിലെ ചാപ്പലിൽ പ്രവേശിച്ചപ്പോൾ അന്തരാത്മാവിൽ ഞാൻ ഇപ്രകാരം കേട്ടു: ഓരോ പ്രാവശ്യവും നീ ചാപ്പലിൽ പ്രവേശിക്കുമ്പോൾ ഇന്നലെ ഞാൻ നിന്നെ പഠിപ്പിച്ച പ്രാർത്ഥന ചൊല്ലുക. ആ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആത്മാവിൽ ഞാൻ ഇങ്ങനെ കേട്ടു: ഈ പ്രാർത്ഥന എൻ്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നു. താഴെ പറയുന്ന രീതിയിൽ ജപമാല ഉപയോഗിച്ച് ഇത് 9 ദിവസം ചൊല്ലുക. ആദ്യമായി ഒരു സ്വർഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയവും ഒരു വിശ്വാസ പ്രമാണവും ചൊല്ലണം. പിന്നീട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്ഥാനത്ത് താഴെ പറയുന്ന ജപം ചൊല്ലുക: നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ സ്ഥാനത്ത് ഇപ്രകാരം ചൊല്ലുക: ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. അവസാനം 3 പ്രാവശ്യം ഇപ്രകാരം ചൊല്ലി പ്രാർത്ഥിക്കുക: പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറിക്കുറിപ്പ് 796 ഖണ്ഡികയിൽ ഇപ്രകാരം പറയുന്നു: കരുണയുടെ നൊവേന വഴിയായി ആത്മാക്കളിലേക്ക് എല്ലാവിധ കൃപാവരങ്ങളും ഞാൻ ഒഴുക്കും. വീണ്ടും 1209 ഖണ്ഡികയിൽ നാം ഇപ്രകാരം വായിച്ചു കേൾക്കുന്നു: ഈ 9 ദിവസങ്ങളിൽ എൻ്റെ കരുണയുടെ ഉറവിടത്തിലേക്ക് നീ ആത്മാക്കളെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും പ്രത്യേകിച്ച് മരണസമയത്തും അവർക്കാവശ്യമായിരിക്കുന്ന ശക്തിയും ആശ്വാസവും വേണ്ടുന്ന എല്ലാ കൃപകളും അവർ നേടിയെടുക്കട്ടെ. ഓരോ ദിവസവും വ്യത്യസ്തരായ ആത്മാക്കളുടെ സംഘങ്ങളെ എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുകയും ചെയ്യുക. എൻ്റെ കരുണയുടെ ഉറവയിലേക്ക് നീ കൊണ്ടുവരുന്ന ആത്മാവിന് ഞാൻ ഒന്നും തന്നെ നിഷേധിക്കുകയില്ല. ഓരോ ദിവസവും 9 ദിവസവും ഒരു പ്രത്യേക കൂട്ടത്തെ, സമൂഹത്തെയാണ് നമ്മൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നത്, നിയോഗം വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ഈശോ ഫൗസ്റ്റീന പുണ്യവതിയോട് ആവശ്യപ്പെട്ടത്. 9 ദിവസം നൊവേന ചൊല്ലി 9 ഗണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ ഈ കരുണയുടെ നൊവേന ചൊല്ലി പൂർത്തിയാക്കുക ഇപ്രകാരമാണ്: ഓരോ ദിവസവും അച്ഛൻ ഒരു ചെറിയ റിഫ്ലക്ഷൻ, ഒരു ചെറിയ വചനവിചിന്തനം തരും. ആ ഒരു സമൂഹത്തെ സംബന്ധിച്ചുള്ളതായിരിക്കും. അവർക്ക് വേണ്ടി നമ്മൾ നിയോഗം വെച്ച് ഈ നൊവേന ചൊല്ലി, അതോടൊപ്പം പിന്നീട് കരുണയുടെ ജപമാല, ലുത്തീനിയ ചൊല്ലി കാഴ്ചവെക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈശോ അതാണ് ഫൗസ്റ്റീന പുണ്യവതിക്ക് വെളിപ്പെടുത്തിയത്: ഈ അനുഗ്രഹ നൊവേനയിലൂടെ എന്തെല്ലാം ചോദിച്ചാലും ഞാൻ തരും. നമുക്ക് പ്രാർത്ഥിക്കാം ഈ നൊവേന ചൊല്ലിക്കൊണ്ട്. അപ്പോൾ ആദ്യം അച്ഛൻ്റെ ഒരു കൊച്ചു വിചിന്തനം, തുടർന്ന് നമ്മുടെ നൊവേന, അതിനുശേഷം ജപമാല ചൊല്ലുന്നു, കരുണയുടെ ജപമാല, തുടർന്ന് കരുണയുടെ ലുത്തീനിയ, അച്ഛനൊരു ആശീർവാദം തരും. അങ്ങനെ നമുക്ക് പ്രാർത്ഥന അവസാനിപ്പിക്കാം. അപ്പോൾ 9 ദിവസത്തെ കരുണയുടെ ജപമാല, കരുണയുടെ നൊവേന, കരുണയുടെ ലുത്തീനിയ പ്രാർത്ഥന ഒത്തിരി സ്നേഹത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പറ്റാവുന്ന അത്രയും ആത്മാക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈശോയുടെ കരുണക്കടലിൽ മുങ്ങി
അവിടുത്തെ വലിയ കാരുണ്യവും കൃപകളും സ്വീകരിക്കാം, ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ. ഈശോയുടെ വലിയ കാരുണ്യം നമ്മിൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.